എൻ്റെ ആദ്യത്തെ കണക്ക് മാഷ്. പണ്ടാരോ എപ്പോഴോ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇഷ്ടപ്പെട്ട് പഠിച്ചാൽ എന്തും പഠിച്ചെടുക്കാമെന്ന്. പക്ഷേ എൻ്റെ കണക്കിൻ്റെ കാര്യത്തിൽ തിരിച്ചായിരുന്നു. 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഞാൻ കണക്കിനെ അടുത്തറിയുന്നത്. 1, 2, 3 എണ്ണി പഠിച്ച ഞാൻ 3-ാം ക്ലാസ്സിലെത്തിയപ്പോൾ ചിരി അങ്ങ് മാറി. അതിനൊരു കാരണമുണ്ട് കേട്ടോ. ക്ലാസ് ടീച്ചർ നമ്മുടെ സ്വാമി മാഷ്. 4-ാം ക്ലാസ്സിലേക്ക് ജയിച്ച എൻ്റെ സുഹൃത്തുക്കൾ മാഷിനെക്കുറിച്ച് നല്ലൊരു മുഖവുര തന്നാണ് എന്നെ 3-ാം ക്ലാസ്സിലേക്ക് അയച്ചത്. നുള്ളലാണ് സാറിൻ്റെ മെയിൻ ശിക്ഷ. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയാന്നറിയില്ല, ഞങ്ങളുടെ നാട്ടിൽ നുള്ള, പിച്ച എന്നൊക്കെ പറയും. കയ്യിൽ ഒരു നുള്ള് കിട്ടിയാൽ സാറേ പിന്നെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല. കണ്ണ് രണ്ടും പുറത്തേക്ക് തള്ളി വരും. അറ്റൻഷനിൽ നിൽക്കുന്ന ഞാനൊക്കെ തള്ള വിരലിൽ നിൽക്കും. ഭാഗ്യത്തിന് അന്ന് ഉടുപ്പിന് മുള്ളിയില്ല. ഗുണനപ്പട്ടിക പഠിക്കാതെ വന്നാൽ സ്വാമി മാഷിൻ്റെ കയ്യിൽ നിന്നും കിട്ടുന്ന സ്വാദിഷ്ടമായ പാൽപ്പായസം, അത് കഴിഞ്ഞ് ഇൻ്റർവെൽ സമയത്ത് മന്ത്രം ജപിച്ച് സാറിനായുള്ളൊരു പ്രത്യേക കൂട്ടുപ്രാർത്ഥനയും ഉണ്ടാകും. വട്ടത്തിലിരുന്ന് കണ്ണടച്ച് പിടിച്ച് ഒട്ടുക്കത്തൊരു പ്രാകൽ. മാഷിൻ്റെ ആയുസ് കൊണ്ടോ കുട്ടികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കാത്തത് കൊണ്ടോ എന്നറിയില്ല, മാഷി പിറ്റേന്നും ആ ചൂരൽ കഷായവുമായി വരും. പിന്നെ അതൊരു ശീലമായി. പിന്നീട് അങ്ങോട്ട് കൂട്ടലും കുറയ്ക്കലും ഗുണനവും. സ്കൂൾ കോമ്പൗണ്ടിലെത്തിയാൽ ആദ്യം ഓടുന്നത് സ്റ്റാഫ് റൂമിലേക്കായിരിക്കും. സ്റ്റാഫ് റൂമിൻ്റെ മുന്നിലൂടെ 4 നടത്തമുണ്ട്. എന്തിനാന്നല്ലേ? മാഷ് വന്നിട്ടുണ്ടോ എന്ന് ഉറപ്പിക്കാൻ. സാറിൻ്റെ തല കണ്ടില്ലെങ്കിൽ അന്ന് ഞങ്ങൾക്ക് വലിയ പെരുന്നാളും ചെറിയ പെരുന്നാളും ഒരുമിച്ച് വന്ന ഫീലാണ്. പക്ഷേ ഇന്നതൊക്കെ ഓർക്കുമ്പോൾ ചുണ്ടിൽ ചെറിയൊരു പുഞ്ചിരി. അന്ന് തല്ലിപ്പഠിപ്പിച്ചവരെയൊക്കെ ഒന്നുകൂടെ കാണാൻ മനസ്സ് കൊതിക്കുന്നു. അന്ന് സാറ് തല്ലിപ്പഠിപ്പിച്ചോണ്ടായിരിക്കാം പിന്നീട് അങ്ങോട്ട് കണക്കെനിക്കൊരു വില്ലനായിട്ടില്ല. ഇന്നും കണക്കിനോടൊരു പ്രത്യേക ഇഷ്ടമാണ്. തല്ലു കിട്ടി ഇഷ്ടമായതാ എനിക്കെൻ്റെ കണക്കിനെയും കണക്ക് മാഷിനെയും. താങ്ക് യു.